ഇത്തവണ ഞാൻ ഹെയർ കെയർ ചലഞ്ചിൻ്റെ മറ്റൊരു ടിപ്സായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ടിപ്സ് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തും റിസർച്ചൊക്കെ നടത്തിയിട്ട് ഒരു നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ വേണ്ടതുണ്ടല്ലോ ചുമന്ന ചെമ്പരത്തിയാണ്. അത് ആവശ്യത്തിലേറെ എടുത്തോട്ടോ. എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം എടുത്തോട്ടോ. പിന്നെ വേണ്ടത് കറ്റാർവാഴയാണ്. അത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ. പിന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. പിന്നെ നമ്മുടെ ഉലുവ. അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ 3 സ്പൂണ് ഫ്ലാക്സ് സീഡും 2 സ്പൂണ് ഉലുവയും കൊണ്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കണേ. അങ്ങനെ ഒരു വറുത്തൊരു പരിവാവില്ലേ, ആ സമയത്തുമ്പോൾ അത് ചൂടാറാൻ വെക്കണേ. അത്യാവശ്യം കുറച്ച് ചൂടാറി കഴിയുമ്പോണ്ടല്ലോ നമ്മൾ പിന്നെ ചെമ്പരത്തിയാണ് കേട്ടോ ഇടുന്നത്. ചെമ്പരത്തിയുടെ ഇതൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ കറ്റാർവാഴയില്ലേ, കറ്റാർവാഴയുടെ മുള്ള് കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ച ശേഷം അത് സ്പൂൺ വെച്ചാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാ ജെല്ലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുവേ. അതിനുശേഷം നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 3 സ്പൂൺ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. കാരണം ഫ്ലാക്സ് സീഡ് ഓൾറെഡി ഭയങ്കര തിക്കാണ്. ആ ഒരു കൺസിസ്റ്റൻസി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്ര സത്യമാണല്ലേ. കാരണം വെച്ചാൽ ചുമന്ന കളറിലിരുന്ന ചെമ്പരത്തി പോലും ഇപ്പോൾ യെല്ലോ കളറായല്ലേ. ആക്ച്വലി അതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക. അത് നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു വേസ്റ്റേജും ഇല്ല കേട്ടോ. കാരണം നമ്മൾ അരിച്ച് കിട്ടുന്ന ആ ഒരു വെള്ളമില്ലേ, ആ ഒരു ജ്യൂസാണ് ആക്ച്വലി നമ്മുടെ ഹെയറിന് വേണ്ടത്. പക്ഷെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു മട്ടില്ലേ, ആ ഒരു മട്ടിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് തലയിൽ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ജ്യൂസ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നീട് തലയിൽ തേക്കുന്നത്. എൻ്റെ മുടി ഭയങ്കര ഷോർട്ടാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസിയാണ് കേട്ടോ. ഓവറായിട്ട് ഡ്രൈ ആയതുകൊണ്ടല്ലോ പെട്ടെന്ന് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ മുടി വളർന്നാലും ഇല്ലേ പെട്ടെന്ന് അറിയാനും പറ്റില്ല. എനിക്കേ അറിയുള്ളൂ കേട്ടോ, കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. അതാണ് കേട്ടോ കേളി ഹെയർ ഉള്ളവരുടെ പ്രത്യേകത. അതിനുശേഷം ഞാൻ ഈ ജ്യൂസൊക്കെ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ ചെയ്തത്. പിന്നീട് ഞാൻ എൻ്റെ മുടിയിലോട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാണ്ടല്ലോ ഈ ഒരു ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മുടി സോഫ്റ്റൻ ചെയ്യാനും സിൽക്കായിട്ട് കിടക്കാനും ഉപയോഗിക്കും കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ സിൽക്കായിട്ട് കിടക്കുന്ന ഇഷ്ടമില്ല. പക്ഷേ സോഫ്റ്റ്നെസ് വേണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ തേച്ചത്. പക്ഷേ ഇതെല്ലാം ഞാൻ തേച്ച് കഴിയുമ്പോഴല്ലോ എൻ്റെ കേൾസൊക്കെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ വേറെ ഒരു പ്രോഡക്റ്റും തേച്ചിട്ടുള്ളതല്ല, ഇതെൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറാണ്. എനിക്കെന്തോ എൻ്റെ ഈ ഹെയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്രയും കേൾസ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ തലേ തേച്ച് ജ്യൂസ് ഇല്ലേ, ഇത് ആക്ച്വലി ഒരു ലീവ്-ഇൻ കണ്ടീഷണറാണ് കേട്ടോ. അതായത് വാഷ് ചെയ്തൊന്നും കളയൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ നൈറ്റാണ് തേക്കുന്നത്. തേച്ച് കിടന്നുറങ്ങുകയാണ്. നാളെയാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്ത് കളയുന്നത്. ഇതെൻ്റെ ഹൈക്കാണ്. ഞങ്ങൾ ഡേ 1 ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഡേ 2 കാണാം. ഹലോ, അങ്ങനെ ഡേ 2 സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ഡേ 1 നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ അഡീഷണലായിട്ട് ഇനി വേണോ എന്നുള്ളൊരു ധാരണ കിട്ടുക കേട്ടോ. കേളി ഹെയർസ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ട് പാഡഡ് കോംബ് കിട്ടും കേട്ടോ. ഇതിന് ആക്ച്വലി ഒരു 450 റേറ്റ് ആണ്. ഞാൻ വേഗേഡാണ് കേട്ടോ യൂസ് ചെയ്യണത്. കാരണം എൻ്റെ മുടി ഭയങ്കര ഫ്രിസി കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഉടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഗ്രിപ്പും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോംബാണ് കേട്ടോ യൂസ് ചെയ്തത്. അങ്ങനെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഈ ജ്യൂസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞാനുണ്ടല്ലോ ഹോട്ടൽ മസാജൊക്കെ ചെയ്യാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മസാജ് എല്ലാം ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഇതുപോലെ മുടി പിടിച്ചു വലിക്കേ. അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെയും ചെയ്തതാണ് കേട്ടോ. നമ്മളെ മുടീനൊന്ന് അറിയിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരുമോ എന്നുള്ളത് നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ അവിടെ. അങ്ങനെ ഡേ 2 കഴിഞ്ഞാട്ടോ. ഹലോ, അങ്ങനെ ഡേ 3 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ വീണ്ടും പഴയ പോലെ തന്നെ മുടി ചെയ്യുന്നു. നന്നായിട്ട് സ്കാൽപ്പോട്ട് ജ്യൂസ് തേച്ച് പിടിപ്പിക്കുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാനുണ്ടല്ലോ ആദ്യം ജ്യൂസ് എടുത്തിട്ട് മുടിയിലൊന്ന് തേച്ചൊന്ന് മുടി ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് ജ്യൂസ് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ ഫുൾ കവർ ആവും കേട്ടോ. എനിക്കിതാണ് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് തോന്നിയത്. നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ കുറേയൊക്കെ നമ്മുടെ ഫ്ലോറിൽ വീഴും, കുറേയൊന്നും നമ്മുടെ തലയിൽ കറക്റ്റായിട്ട് കിട്ടൂല. പക്ഷേ ഇതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നീഡിലില്ലാത്ത സിറിഞ്ച് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഞാനിവിടെ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാതിരുന്നത് നമ്മുടെ ഈ ഒരു ജ്യൂസ് ഓൾറെഡി ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ലേ, ഒരു സെമി ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും കേട്ടോ പുറത്തോട്ട് വരാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സിറിഞ്ച് യൂസ് ചെയ്തത്. സിറിഞ്ച് ആകുമ്പോൾ എല്ലാം കൊണ്ട് നല്ലതാണ്. പിന്നെ ഈ ഒരു 3 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് വന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രിസിനെസ് കുറഞ്ഞു കേട്ടോ. ആ ഒരു ഡ്രൈനെസ് കുറഞ്ഞ് നന്നായിട്ട് ഒരു മോയ്സ്ചറാണ്, എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ് വന്നു. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല കുറവുണ്ട്. എൻ്റെ മുടിക്ക് കൊറോണയൊക്കെ വന്ന ശേഷം നല്ല കൊഴിച്ചിലായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ തലയോട്ടേക്ക് കണ്ടു തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ഈ ഒരു 3 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു ചേഞ്ച് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം വെച്ചാൽ
ഞാൻ ഞാൻ ഇത് വെറുതെ പറയണല്ല, ശരിക്കും പറയണതാണ്. കാരണം അതൊരു റിസൾട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഈ ജ്യൂസ് കഴിക്കുന്നതിന് മുമ്പില്ലേ എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ കൊറോണ കാരണം നന്നായിട്ട് മുടി കൊഴിച്ചിലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ജ്യൂസ് തേച്ചതിന് ശേഷം ഇല്ലേ എനിക്ക് 3 ദിവസം കൊണ്ടല്ലേ ഒരു 6 7 മുടി മാത്രമേ എൻ്റെ കയ്യിൽ വരുള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ഇല്ലേ എനിക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ 2 3 മുടിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്തായാലും മുടി കൊഴിച്ചിൽ ഒട്ടും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. ഒരു 2 3 മുടി ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക്. എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് 4th ഡേയിലോട്ട് കടക്കാം കേട്ടോ. അങ്ങനെ വീണ്ടും പഴയ പോലെ തന്നെ മുടി നന്നായിട്ട് ചെയ്യുന്നു. നന്നായിട്ട് ജ്യൂസ് നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ സിറിഞ്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് സെഷൻ എടുത്ത് ചെയ്യാനും എല്ലാം കൂടി നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ ഈ ജ്യൂസ് ഇല്ലേ അതെപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ വേണം കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട്. കാരണം ഇത് ഓൾറെഡി നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലേ, കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഫംഗസ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫംഗസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും തലയിൽ തേക്കാൻ നേരത്ത് മാത്രമാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര തണുപ്പാവാറുണ്ട്. നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ തലയോട്ടിൽ തേച്ചിട്ടുണ്ടെങ്കിലോ നമ്മളൊരു 10-20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും നമ്മൾ തേച്ച് കഴുകണ്ട കേട്ടോ. അതിലൊരു ലീവ് ഇൻ കണ്ടീഷണറായിട്ട് ഇരുന്നോട്ടെ കേട്ടോ. കാരണം വെച്ചാൽ എന്നാലേ മുടിക്ക് നല്ലൊരു മോയ്സ്ചറും അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കിത് ഭയങ്കര റിസൾട്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു റിസൾട്ടായിരുന്നു കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കോമൺലി കാണുന്ന കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ ഭയങ്കര റിസൾട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് നമ്മൾ ആ സ്ട്രെയിൻ ചെയ്ത് വെച്ച കുറച്ചൊരു മട്ടില്ലേ അതിലോട്ട് കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ പാക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ പാക്ക് യൂസ് ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. ആക്ച്വലി ഞാൻ മറന്നുപോയി. അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാക്കിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്ത കേട്ടോ. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ എൻ്റെ മുടി ഓവർ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ഇട്ടത്. പാക്ക് ഇടുമ്പോഴല്ലോ നമ്മുടെ തലയിൽ ഒരു അരമണിക്കൂർ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവേ. പക്ഷേ ഈ ജ്യൂസ് നമ്മുടെ തലയിലുണ്ടല്ലോ 24 മണിക്കൂർ ഇരുന്നാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുത്തി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം അവളെ. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതാണ് ഹൈക്ക. അന്ന് നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് വൈൻഡപ്പ് ചെയ്ത് പറഞ്ഞിട്ട് പോയ ആളാണ്. പക്ഷെ അവൾ പ്രസവിക്കാൻ പോയതാണ്. ഈ 2 കുട്ടികളാണ് കേട്ടോ അവൾ കിട്ടിയിട്ടുള്ളത്. മൊത്തം 3 കുഞ്ഞായിരുന്നു. അതിൽ ഒരു പേർഷ്യൻ കുഞ്ഞ് മരിച്ചുപോയി. ഈ 2 പേരേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുകയാണ്. അങ്ങനെ നന്നായി ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നമ്മുടെ ജ്യൂസ് തേച്ച ശേഷം ഉണ്ടല്ലോ മസാജ് ചെയ്യുക കേട്ടോ. നമ്മൾ അതിന് ശേഷം ഉണ്ടല്ലോ ഇങ്ങനെ സ്ട്രിപ്പായിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഓവറായിട്ട് നമ്മുടെ ഹെയർ ഒന്നും കെയർ ചെയ്യരുത്. കാരണം വെച്ചാൽ കുളിപ്പിച്ച് കുട്ടിയില്ലാതാവാന്ന് പറയില്ലേ, അങ്ങനത്തെ സ്ഥിതിയിലോട്ട് എത്തരുത് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഒരു ചെടിയിൽ ഒരുപാട് ഡെയിലി ഒരുപാട് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് കരിഞ്ഞു പോലെ. അതുപോലെ തന്നെയാണ് ഹെയറിൽ നമ്മൾ കെയർ ചെയ്യുകയാണെന്നും പറഞ്ഞിട്ട് ഡെയിലി അത് ഇതെന്ന് പറഞ്ഞാൽ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നെ ഒന്ന് ഫ്രീ ആക്കി വിടാം കേട്ടോ. ഞാനിപ്പോൾ 4 ദിവസം ചെയ്തില്ലേ, 4 ദിവസം ചെയ്തിട്ട് ഞാൻ പിന്നെ അത് ലീവ് ചെയ്യാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു 6ാമത്തെ ദിവസമോ 7ാമത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യാനായി ചേട്ടാ. എപ്പോഴും ഹെയറിൽ ഒരേ കാര്യം ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചെയ്യണം. ഇപ്പം 4 ദിവസം ഞാൻ ജ്യൂസ് അല്ലേ തേച്ചുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ ഹെയർ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു ഹെയർ കെയർ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അടുപ്പിച്ചുള്ള 4 ദിവസം ഈ ഒരു ജ്യൂസ് തേച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ ഓയിൽ കണ്ടൻറ്റ് കുറവാണല്ലേ. സോ ഇനി അടുത്തത് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഹെയറിനൊക്കെ ഒരു റെസ്റ്റൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇടാം കേട്ടോ. എൻ്റെ ഹെയർ ഓൾറെഡി കേളിയാണ്, അതുപോലെ തന്നെ കോയിലിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ജ്യൂസൊക്കെ തേച്ച് കഴിഞ്ഞ് ഒന്ന് സെറ്റാക്കി ഇട്ടപ്പോൾ ഉണ്ടല്ലോ വെറ്റ് ആയതുകൊണ്ട് ഒരു കേളി ലുക്കാണ്. പക്ഷെ ഞാൻ അത് ഓയിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ അത് നന്നായിട്ട് കോയിലി ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഓരോ സമയത്ത് ഓരോ വേവ്സ് ആണ് എനിക്കുള്ളത്. അങ്ങനെ ഹെയർ കെയർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.